എങ്ങനെയാണ് നമുക്ക് ബ്രഷിംഗ് ചെയ്യേണ്ടത്? വായ 45 ഡിഗ്രി ആംഗിൾ തുറന്ന് പിടിക്കുക. പേസ്റ്റ് എടുക്കുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കുക, ബ്രിസിൽസിലേക്ക് ഒന്ന് അമർത്തി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വളരെ കുറച്ച് മാത്രം പേസ്റ്റ് മതി, ബ്രിസിൽസ് മുഴുവൻ എടുക്കണമെന്നില്ല. വളരെ കുറച്ച് പേസ്റ്റ് എടുക്കുക, ബ്രിസിൽസിലേക്ക് ഒന്ന് അമർത്തി വെക്കുക. താഴെ നിന്നുള്ള പല്ലുകൾ ബ്രഷ് ചെയ്യുമ്പോൾ പല്ലും മോണയും ചേരുന്ന ഭാഗത്ത് മൃദുവായി ചലിപ്പിക്കുക. മുകളിൽ നിന്നുള്ള പല്ലുകൾ പല്ലും മോണയും ചേരുന്ന ഭാഗത്ത് താഴെ ഭാഗത്തേക്ക് അപ്പ് ആൻഡ് ഡൗൺ എന്ന രീതിയിൽ. പക്ഷേ എല്ലാ പല്ലുകളിലും 3 തവണയെങ്കിലും ബ്രിസിൽസ് തട്ടിയെന്ന് ഉറപ്പുവരുത്തുക. ചവക്കുന്ന ഭാഗത്ത് ചെയ്യുമ്പോൾ ബ്രിസിൽ സ്ലോ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുക വേണ്ടത് വായ തുറന്ന് പിടിച്ചതിന് ശേഷം. അതൊക്കെ നമുക്ക് ഈ 45 ഡിഗ്രി വായ തുറന്ന് പിടിച്ച് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. മുകളിൽ നിന്നുള്ള പല്ലുകൾ ബ്രിസിൽസ് മൃദുവായി ചലിപ്പിക്കുക, ടു ആൻഡ് ഫ്രോ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുക. പക്ഷേ വായുടെ എല്ലാ ഭാഗത്തും എല്ലാ പല്ലുകളിലും ബ്രിസിൽസ് 3 തവണയെങ്കിലും തട്ടിയെന്ന് ഉറപ്പുവരുത്തണം. 2 മിനിറ്റ് മാത്രം മതി ബ്രഷിങ്ങിൻ്റെ സമയം എന്ന് പറയുന്നു. നാക്കും അതേപോലെ നമുക്ക് ബ്രഷിൻ്റെ പിറകിലെ ഡോട്ട് ഉപയോഗിച്ച് തന്നെ നാക്കും വൃത്തിയാക്കാം. കുട്ടികളിലാണെങ്കിൽ റൗണ്ട് വൃത്താകൃതിയിൽ നമുക്ക് ബ്രിസിൽസ് ചലിപ്പിച്ചാൽ മാത്രം മതി. റൗണ്ട് എന്ന ആക്ഷനിൽ പറഞ്ഞു കൊടുക്കും. പക്ഷേ കുട്ടികൾ മുതിർന്നവരാകുമ്പോൾ 5 വയസ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് ശാസ്ത്രീയമായ ബ്രഷിംഗ് രീതി, അപ്പ് ആൻഡ് ഡൗൺ എന്ന രീതി അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. 3 തരത്തിലുള്ള ബ്രഷേ ഉള്ളത്: മീഡിയം, സോഫ്റ്റ്, ഹാർഡ്. ആരോഗ്യമുള്ളൊരു വ്യക്തി സാധാരണ നമുക്ക് സോഫ്റ്റ് ബ്രഷ് മാത്രം ഉപയോഗിച്ചാൽ മതി.